പോയി കിടക്കണേ. വാതിലും ഗേറ്റും ഒക്കെ തുറന്നിട്ടുണ്ട്. ഒരാളെ മത്ത് കാണാനുമില്ല. ആരെങ്കിലും വന്നാലോ? അപ്പാ അപ്പാ ഏട്ടാ ഞാൻ അപ്പനോടുണ്ട് നിങ്ങളിവിടുണ്ട് ഇപ്പൊ ഇത്ര നേരം പേസൂടെ വന്നു നോക്കുമ്പോ ഇന്നത്തെ ആരെയും കണ്ടില്ല. അപ്പാട് ശുദ്ധി വന്നു. അതാണ്ടായത്. അല്ലേ ഏട്ടനെന്താ പറയാൻ തോന്നുന്നു? ആ ഒരു പറയാണ്ട്. നോക്കേ നീ ഇവിടെ നിൽക്ക. നോക്കൊരു ആനയോട് വാങ്ങിയാലോ? ആന? ആ എന്താ ആന വാങ്ങി? ആ ആനയോട് വാങ്ങല്ലേ? നമുക്ക് അപ്പനോടൊന്നും ചോദിക്കാം. നീയേ മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ ഗേറ്റ് പോയാൽ ഉള്ളിൽ പറയാം. ഉള്ളിൽ നിന്ന് എന്നോട് നടത്തു വരാം. ഭാസ്കർ, എന്താ പറയാ, ഞാൻ ആ ടി വി കണ്ടിട്ട് ആളകപ്പെട്ടിരിക്ക. ന്യൂസിലെ ആനയുടെ അടഞ്ഞു. എന്നിട്ട് ഒരുത്തന്റെ കാലാണ്ട് ചവിട്ടി പിടിച്ച് മറ്റേ കാലം ഒരൊറ്റ വഴി. ശിവ ശിവ എന്താ പറയാ. അപ്പാ പറയ കാര്യം പറ്റി. എന്ത് കാര്യം പറയണേ? നല്ലൊരു കാര്യം പറയാൻ വന്നപ്പോൾ അവിടെ ആന ഇടഞ്ഞു, കാല് പിടിച്ചു വലിച്ചു. ഇനി എന്താ പറയണേ? ആന വാങ്ങാൻ കാര്യം അപ്പനെ അറിയില്ലല്ലോ. ആന വാങ്ങി. ആ എന്താ വാങ്ങിയത്? ആ നമുക്കാച്ചാ വലിയൊരു വിലയുണ്ട്. വേണ്ടോളം വളപ്പുണ്ട്. കാല് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. കുളമുണ്ട്. പിന്നെ ഇപ്പൊ എന്താ ആനയെ വാങ്ങിയാല്? മയിലുണ്ട്, പന്നിയുണ്ട്, പെരിക്കാനുണ്ട്, ഒക്കെ ഉണ്ട്. ഒരാന മാത്രം ഇല്ല. എന്താ ഒരാന ഇല്ലല്ലോ? എന്താ എന്താ വാങ്ങിയാല്? അതെ വാങ്ങണത് വെള്ളാനെ വെറുതെ. ഒരു നല്ല കാര്യം പറയുമ്പോഴാണ് എന്ത് വെള്ളാന. ഞാൻ ഉദ്ദേശിച്ചത് നല്ല എണ്ണക്കറുപ്പുള്ള ആനയാവണമെന്നാ. അതാ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ അങ്ങനെ. അല്ല ഞാൻ ഇരിക്കേ. അല്ലേ ഇതിപ്പോ എന്ത് വിലയുണ്ടാവും? പിന്നെ ഇപ്പോൾ നല്ല ആനക്ക് ഏക്കത്തുക ഒരു 50-60 ഉറുപ്പ്യൊക്കെ ഉണ്ടാവും. പതിനഞ്ചൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു 10-25 വേണ്ടി വരും. അത്രയൊക്കെ തന്നെ വരുള്ളൂ. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലേ പാസ്ലേട്ടാ ചെലവ് എന്ത് വരും? ആനെ പോറ്റണ്ടേ? എന്ത് ചെലവാണ്? നമ്മുടെ തൊടിയിൽ വെച്ചാൽ വേണ്ടോളം പനയുണ്ട്, തെങ്ങുണ്ട്. വെട്ടിക്കൊടുക്കന്നെ കുളത്തിൽ വെച്ചാൽ സുഭിക്ഷമായിട്ട് വെള്ളവും. എന്ത് ചെലവാ? പിന്നെ ഇപ്പൊ ഇവിടെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഉണ്ടാവുമ്പോ ബാക്കി ഒന്നൊക്കെ ആനയ്ക്ക് കൊടുക്കാമല്ലോ. അത് ശരിയാ. ഇന്ന് രാവിലെ 15 ഇഡ്ഡലിയായി ഇവിടെ. ഇന്നലെ 5-8 ചപ്പാത്തി എത്തിയായി. ഇതൊക്കെ ആനയ്ക്ക് കൊടുക്കാലോ. ചുരുക്കം പറഞ്ഞാല് ഒരു വേസ്റ്റ് ബോക്സ്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയണ്ട കേട്ടോ. നീ അപ്പൊ എന്താ ഉണ്ടായിട്ടിരിക്കോടെ? അല്ല ഏട്ടാ ഇതിപ്പോ ഈ ആനെ കെട്ടാൻ ഈ തറി എവിടെ ഉണ്ടാക്കുക? നമ്മുടെ ഉമ്മക്ക് കേട്ടാണേ. ആളുകൾ വരുമ്പോ കാണട്ടേന്ന്. അത് ശരിയാ. ഒന്നാകണ്ട, രണ്ടെണ്ണായിക്കോട്ടെ. ആദ്യം ഒന്നാവട്ടെ. അല്ല പാത്രേട്ടാ നമുക്ക് ഇതിനെ പൂരത്തിലോടണ്ടേ എഴുന്നള്ളിക്കാൻ? നല്ല എകരുള്ള ആനയൊക്കെ തടമ്പ് ഉറപ്പാ എല്ലാവരും. മാത്രല്ല ഏക്കം 1 ഉറുപ്പ്യോളം നമുക്ക് വാങ്ങാം. കിട്ടോ? പിന്നെന്താ ആവശ്യം? പിന്നൊരു കാര്യം കേട്ടോ, ഉദ്ഘാടനം, സിനിമ. അല്ല ഈ പരസ്യമൊക്കെ ഉണ്ടല്ലോ അതിനും വിടാനേ നല്ല വരുമാനം കിട്ടല്ലേ? ഈ അപ്പത്തെ കൂട്ട കാശല്ലേ? അല്ലേ ഇപ്പൊ ശ്രീകുട്ടിയെ കാണാൻ പറ്റൂലോ. അപ്പൊ ഒരു ആനയെ അമർത്ത് നിന്നാൽ അതൊരു ഗവന്യാണ് അല്ലേ? അല്ലേ എവിടുന്ന പോയി വാങ്ങിക്കുക? എടോ നമുക്ക് ആ കൃഷ്ണൻകുട്ടിയോട് വെക്കാറോ? അവനൊക്കെ ഈ ആനക്കാരെയൊക്കെ നട്ട പരിചയാണേ. അത് ശരിയാ. അല്ലേ വേറൊരു കാര്യണ്ട്. ഈ ആനയൊക്കെ അടച്ചിട്ട് ആൾക്കാർക്ക് തീരെ അവിടെ വെച്ച നാട്ടുപരിഹാരം കൊണ്ടേ. എന്തിനാ ഈ വേണ്ടാത്ത കാര്യം ചിന്തിക്കണേ? അത് ചിന്തിക്കണല്ലോ. അതിന്റെ ഇൻഷുർ ചെയ്താ പോരെ?
എന്താ മാസം ഒരു 10,000 അടച്ചാൽ മതിയാവും. അതൊന്നും വിഷയമില്ല. അപ്പൊ പാപ്പാനോ? അതൊക്കെ അതിന്റെ കൂടെ ഉണ്ടാവും, ആനയുടെ കൂടെ ഉണ്ടാവും. അതുണ്ടാവും. നീ ആ കൃഷ്ണൻകുട്ടിയോട് വിളിക്കാൻ നോക്ക. പെട്ടെന്ന് വരാൻ പറ. ഞാൻ ശങ്കര വിട്ടു വരട്ടെ. ഓ ആയിക്കോട്ടെ, എപ്പം പോവാ. ആനക്കാരനെ കാണാനുണ്ടായോ? ആ കൃഷ്ണൻകുട്ടിയാ. എന്താ വരാൻ പറഞ്ഞ? ഉവ്വ് ഞാൻ വരുന്നു. ഇരുന്നോ കുഴപ്പമില്ല. ഒന്നുമില്ല. അതെ വരാൻ പറഞ്ഞത് വേറെ ഒന്നല്ല. ഏട്ടന് കലശലായിട്ടൊരു മോഹം ഒരു ആനയെ വാങ്ങണമെന്ന്. അല്ല എനിക്ക് അപ്പഴും മോഹനായിട്ടല്ല. എന്താ വെച്ചാല് അത് നല്ല ആനയാവണം. ഇഷ്ടപ്പെട്ട് നിനക്ക് അറിയാലോ, ഞങ്ങളെ സംബന്ധിച്ച് ഒരു 20-25 ഉറുപ്പ്യോ ഒരു ഞെരുക്കല്ല. ഇനി വേറെ ചേട്ടോ മോഹം കൂട്ടാം. പക്ഷെ തികഞ്ഞ ആനയാവണം. തമ്പുരാൻ 25 ലക്ഷം 30 ലക്ഷം ഒന്നും പോരാ. നല്ലൊരു ആന വേണച്ചാ 1 കോടി ഉറുപ്പ്യ വരും. 25 ലക്ഷത്തിന് പോത്തിന് കിട്ടുന്നു. പോത്തിനല്ല അതിന് ആ വിലയുണ്ടപ്പോ. തികഞ്ഞ ആനയാവണം, നല്ല ഉയരമുള്ള നല്ല തികഞ്ഞ ആനയാവണം വെച്ചാൽ ഒരു 2-2.5 കോടി ഉറുപ്പ്യ കിട്ടുന്നു. എന്താ 2.5 കോടിയോ? 2.5 കോടി ഉറുപ്പ്യ ഇല്ലാണ്ട് നല്ലൊരു ആനയൊന്നും കിട്ടില്ല. 2.5 കോടിയോ? ഞങ്ങൾക്ക് ഒരെണ്ണം മതി, ഒരൊറ്റ എണ്ണം. അല്ലാതെ 10 ഒന്നും വേണ്ട, ഒരൊറ്റ ആന. മാത്രല്ല അതിന്റെ ഭക്ഷണത്തിന് ഒരു ദിവസം 5000 ഉറുപ്പ്യോളം ചെലവ് വരും. അതെ, നമ്മുടെ ഈ തൊടികളാണ് 4 പട്ട വെട്ടി കൊടുക്കാൻ 5000 ഉറുപ്പ്യ ചെലവോ? എന്താ പെട്ട് കഥ? തമ്പുരാൻ അത് മാത്രം പോരാ, അതിന് രാവിലെ അവില്, പഴം, ശർക്കര, പാല് ഇതൊക്കെ കൊടുക്കണം. ഇവിടെ ഞങ്ങൾ രാവിലെ കഞ്ഞാ പതിവ്. ഉച്ചയ്ക്ക് ഒരു 25-30 പട്ടെങ്കിലും കൊടുക്കണം. രാത്രി പല ധാന്യങ്ങൾ ചേർത്ത് ഒരു 6-6.5 ഇടങ്ങഴി അരിയുടെ ചോറ്, അതില് എള്ള്, പഞ്ഞിപ്പുല്ലൊക്കെ ചേർക്കും വേണം. ശിവ എന്താ പെട്ട് കഥ? ഇതൊക്കെ ഒരാനക്ക് തന്നെ? ആ ഒരാനയ്ക്ക് പോരാ, പാപ്പാന് 1500 ഉറുപ്പ്യ കൊടുക്കണം. ഇത് മാസല്ലേ? ദിവസം ഒരു ദിവസത്തേക്ക് പോരാ. മൃഗ ഡോക്ടർ വന്നിട്ട് പരിശോധിക്കണം 15 ദിവസം കൂടുമ്പോ. അതിന് ചുരുങ്ങിയത് 5000 ഉറുപ്പ്യ കൊടുക്കേണ്ടി വരും ഒരു തവണക്കോ? ആ ഒറ്റ തവണക്ക്. മാത്രല്ല ഇൻഷുറൻസ് എടുക്കണമെങ്കിലാ 50,000-60,000 പ്രീമിയം എടുക്കേണ്ടി വരും ഒറ്റ തവണക്ക്. അടവോ? അടവ് ഒരു കൊല്ലത്തേക്ക്. ശിവ നിങ്ങളുടെ ഉദ്ദേശം എന്താ വെച്ചാല് പൂരത്തിനൊക്കെ എഴുന്നള്ളിച്ചാല് ഇത് നല്ല ആനയിച്ചാ എന്റെ പൈസ കിട്ടിത്തരയാവും. 1 രൂപ 2 രൂപ കിട്ടിത്തരേ. പൂരം ധാരാളം ഉണ്ടല്ലോ, എല്ലാം പിടിക്കാലോ നമുക്ക്. ഏക്കത്തിന്റെ കാര്യം നിക്കട്ടെ, എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകണെച്ചാല് ഫോറസ്റ്റുകാരുടെ സർട്ടിഫിക്കറ്റ് വേണം. അത് ഒരു തവണയല്ലേ വേണ്ടുള്ളൂ. ഓരോ എഴുന്നള്ളിപ്പിന് മുമ്പിലും അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങണം. പിന്നെ മാത്രല്ല തമ്പുരാൻ ഒരു കാര്യം കൂടി ആലോചിക്കണം. 3 മാസം അതിന് നീര് കെട്ടുവിട്ടോ. നീരില് കെട്ടിയാൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയി തരാവില്ല. ചെലവുണ്ടേ? ചെലവുണ്ടാവും. എല്ലാ ചെലവും വേണല്ലോ. ആനക്ക് തീറ്റ കൊടുക്കണം, പാപ്പാമാരുടെ പൈസ വേറെ. അതൊന്നും ഇപ്പൊ ഈ നീരിൽ പോകണം. പാപ്പാമാര് വേണ്ടല്ലോ. അതുകൊണ്ട് കാര്യമില്ല, അവരിന്നെ ശുശ്രൂഷിക്കണ്ടേ. ഇനിയിപ്പോ എന്താ ചെയ്യാ നമ്മള്? എന്താ ചെയ്യാ? വേണ്ടാക്ക. വേണ്ടാക്കണ്ട, അതിനൊരു വഴിയുണ്ട്. ഗുരുവായൂർക്കാണ് പോവാ. ഒരു പാകത്തിന് 2 നെറ്റിപ്പൊട്ടാൻ വാങ്ങാം. ഒന്ന് ഓതനെയും ഒന്ന് പാക്കാരനെ കെട്ടിട്ട് പഠിക്കാനുള്ളത്. ഞാനൊരു വഴി വിട്ട് നടക്കാറാണ്.